ഇപ്പം നല്ലോണം ചെമ്മീപ്പുളി കിട്ടണ സമയമാണ്. അപ്പോൾ ഞാൻ ചെമ്മീപ്പുളിയും കൊഴുവയും കൂടി ഇന്ന് കറി വെക്കുന്ന രീതിയാണ്, തേങ്ങാപ്പാലിൽ വെക്കുന്ന രീതി. അത് ഞാൻ കാണിച്ചു തരാവേ. വലിയ കൊഴുവ വേണ്ട കിട്ടിയേക്കണത്, പോത്തൻ കൊഴുവാന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കൊഴുവ കിട്ടിയേക്കണത്. കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി വേണം കേട്ടോ. ഇത് ചെമ്മീപ്പുളി. ഇതിൽ ചെമ്മീപ്പുളിക്ക് ഒരു എണ്ണമയം ഉണ്ടാവേ. അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ചെമ്മീപ്പുളി ഇതായിട്ട് രണ്ടാക്കി മുറിച്ച് പിന്നെ ഒന്നും കൂടി മുറിച്ച് അങ്ങനെ 4ആക്കി ഇതേപോലെ തന്നെ മുറിച്ച് മാറ്റുന്നുണ്ട്. പുളിക്ക് ആവശ്യമായത് എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇട്ട് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഇടാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 10എണ്ണത്തോളം തന്നെ ഇങ്ങനെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നന്നാക്കി അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇനി എടുക്കാനുണ്ട് കേട്ടോ പുളി. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ആ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റണതും ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റണതും ഉള്ളിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ടേസ്റ്റ് ഈ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുന്നതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ നിറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിക്ക്, മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് കുഴച്ച് ഒരു ബോളാക്കി എടുക്കുന്നുണ്ട്. നനവ് ഒരിച്ചിരി കുറവായിട്ട് തോന്നി, ഞാനൊന്നും കൂടി ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നനച്ച് വരുമ്പോൾ ഏകദേശം വലിയൊരു നാരങ്ങയുടെ ഒരു വലിപ്പം ഉണ്ടാവേ. അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് മൊരിഞ്ഞ് വരുമ്പോഴേക്കാളും ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരുമല്ലേ, അപ്പോൾ നമുക്കിത് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മൊരിച്ചങ്ങാട് എടുക്കാം കേട്ടോ. ഇതൊരു തേങ്ങയുടെ അര തേങ്ങയാണ് എടുത്തേക്കുന്നത്. അര തേങ്ങയുടെ പാലാണ്, 1-ാം പാലും 2-ാം പാലും. ഒരുപാട് വെള്ളത്തിലല്ല ഇത് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാവേ. അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് ഈ തിള വന്ന് തുടങ്ങണ സമയത്ത് ആ പുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് നോക്കുക. തിളച്ചൊന്ന് കഴിയുമ്പോൾ പുളി നോക്കുക. പുളി വേണമെന്നുണ്ടെങ്കിൽ വേറെ രണ്ടാമത് കുറച്ചും കൂടി പുളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഒരു 10-12 പുളിയോളം ഇട്ടിട്ടുണ്ടായി. പാകത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആ മീൻ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ എല്ലായിടത്തും ചെമ്മീപ്പുളി ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് വെക്കണമെന്ന് തോന്നി ഇങ്ങനെ വെച്ചാണ് ഞാൻ വെക്കാറുള്ളൊരു റെസിപ്പിയാണ്. ഇവിടെ ഇവൂനാണെങ്കിലും നല്ലോണം ഇഷ്ടമുണ്ട്. മീനൊന്ന് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കണില്ല, ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ. മീൻ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കാളും ഈ മീൻ ആയിട്ടുണ്ടാവും കേട്ടോ. ഈ മീനൊന്നും അധികം വേവില്ലല്ലോ. ഇവന് ഈ ചാറ് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ മീൻകറിയുടെ ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവുമാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. ഇയാൾക്ക് ഈ മീനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ മീന് അധികം പുളിയൊന്നും വേണ്ട. അപ്പോൾ ഈ ചെമ്മീപ്പുളി ഇട്ടിട്ട് ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.